ഇങ്ങനെ കളിക്കുന്ന കാലഘട്ടം, മൊബൈലിൽ ഇങ്ങനെ രാത്രിയും പകലുമൊക്കെ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഇങ്ങനെ കളിച്ചു നടക്കുന്ന കാലഘട്ടം. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അല്ലാഹുവിനെ പേടിച്ച് അല്ലാഹുവിന്റെ മുമ്പിൽ കോടതിയിൽ നിൽക്കണമെന്ന് ബോധത്തോടെ തെറ്റിൽ നിന്നെങ്ങാനും അവൻ മാറി ചിന്തിച്ചാൽ അല്ലാഹു രണ്ട് സ്വർഗത്തിന്റെ പദവി അവനക്ക് കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. നോക്കൂ നിങ്ങൾ, നമ്മുടെ ചെറിയ മക്കള്, ഇന്നത്തെ വായന അതിന് തന്നെയാണ്. നമ്മുടെ മക്കളെ ഇപ്പോൾ സ്കൂളൊക്കെ വെക്കേഷൻ സമയം, ഇന്നത്തെ പ്രസംഗം നിങ്ങളുടെ മക്കളെ മുതഅല്ലിമീങ്ങളാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ പ്രസംഗം മാറ്റിവെക്കുന്നത്. നോക്കൂ നിങ്ങൾ, നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ കന്നും പൂട്ടി പാടത്തുകൂടെ സ്കൂട്ടറിന്റെ ഫ്രണ്ടും പൊന്തിച്ച് RX-100ന്റെ ബാക്കും പൊന്തിച്ച് ഇങ്ങനെ നടക്കുന്നതാണോ? അതല്ല, നമ്മുടെ മക്കളൊക്കെ വലുതായി. ഉസ്താദുമാരൊക്കെ കണ്ടില്ലേ, വലിയ സ്ഥാനത്ത്. എന്നെ പഠിപ്പിച്ച എന്റെ ഉസ്താദുമാർക്ക് എത്ര പവർ ഉണ്ടാകും. എന്നെ വളർത്തിയ എന്റെ ഉപ്പമാർക്ക്, ഉമ്മമാർക്ക് എത്ര സന്തോഷം ഉണ്ടാവും. ഇത്രയും ആളുകളുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ, ഞാൻ നേതൃത്വം നൽകുമ്പോൾ, പടച്ചോനെ എത്ര സന്തോഷിക്കുന്നുണ്ടാവും അവരൊക്കെ. നിങ്ങളുടെ മക്കളും ഇതുപോലെ മിമ്പറിന്റെ മുകളിൽ കയറി ഖുത്ബ ഓതണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? വെള്ളിയാഴ്ച ദിവസമൊക്കെ അവന്റെ കൂടെ പഠിച്ചവര് പള്ളിയുടെ മൂലയിൽ ഇരിക്കുമ്പോ നമ്മുടെ മക്കളും മിമ്പറിന്റെ മുകളിൽ കയറിയിട്ട് യാ അയ്യുഹന്നാസ് ഊസീകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. ഉമ്മ, നിങ്ങളുടെ മകനെങ്ങാനും ആലിമായാൽ, വലിയ പണ്ഡിതനായാൽ, നിങ്ങളുടെ നാട്ടിലുള്ള ഏത് കൊലകൊമ്പനാണെങ്കിലും, ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും, ഏത് പണക്കാരനാണെങ്കിലും, ഏത് പ്രമാണിയാണെങ്കിലും, പഞ്ചായത്ത് മെമ്പറാണെങ്കിലും, പഞ്ചായത്തിലെ പ്രസിഡന്റ് ആണെങ്കിലും, ഏതുവരെ നിങ്ങളുടെ പള്ളിയിലൂടെ പ്രസിഡന്റ് വരെ നിങ്ങളുടെ മകന്റെ കാലിന്റെ ചുവട്ടിലായിരിക്കും ശിരസ് കൊണ്ടുവന്ന് സുജൂദ് ചെയ്യുക. നിങ്ങളുടെ മകന്റെ പിന്നിലായിരിക്കും ഈ പ്രമാണിമാരൊക്കെ നിൽക്കുക. അത്രത്തോളം പവർ നിങ്ങളുടെ മകനക്ക് കിട്ടണമെങ്കിൽ അടുത്തുള്ള പള്ളി കൊണ്ടുപോയിട്ട് തിരിച്ചു ചേർത്തിക്കൊള്ളി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. من سلك طريقا يطلب فيه علما سلك الله به طريقا إلى جنة الصمد. ആരെങ്കിലും ഇൽമ പഠിക്കുന്ന വഴിയിലേക്ക് മക്കളെ പറഞ്ഞയച്ചാൽ അവര് സ്വർഗത്തിന്റെ വാതിൽ തുറന്നവരാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ. ഉയർന്ന മഖാമിലേക്ക് അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ എത്തിച്ചു തരട്ടെ. ഒരു കൂട്ടുകെട്ടിലും പെടുത്തി നമ്മുടെ തല ഉയർത്തി നടക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് നമ്മൾ മാറേണ്ട ഗതികേട് വരാതെ വലിയ നാടിനെയൊക്കെ പ്രകാശിപ്പിക്കുന്ന വലിയ ആലിമീങ്ങളാക്കി നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു മാറ്റട്ടെ. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അമ്മമാർക്കും പെങ്ങന്മാർക്കും വെക്കേഷനാണ്. കഴിയുന്നവരൊക്കെ മക്കളെ അടുത്തുള്ള പള്ളിയിലും ദർസിലൊക്കെ കൊണ്ടുപോയി ചേർത്തുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തുടങ്ങാം.